ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഫെബ്രുവരി മാസ ഫലമാണ്. അത് തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. തുലാം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളും ദൈവാധീനവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശ്രേയസ്സിനും യശസ്സിനുമൊക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇവയാണ് വിചിന്തനം ചെയ്യുന്നത്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാര് ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതായത് 3, 6 ഭാവാധിപത്യം കൊണ്ട് അത്ര സമഫലത്തിൽ താഴെ മാത്രം ബലമുള്ള ഒരു ഗ്രഹമാണ് വ്യാഴം. ഈ രാശിക്കാർ അത് അഷ്ടമം എന്ന് പറയുന്ന ഭാവത്തിലും കൂടെ നിൽക്കുമ്പോൾ പലവിധ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് അത് നല്ലതാണ്. ഏതെങ്കിലും രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്ക്, അതായത് യുവാക്കളായിരിക്കുന്നവർക്ക് ആ രോഗങ്ങളിൽ നിന്നും മുക്തരാകുവാൻ യോഗമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുക. പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുക. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീടുക. സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ മറ്റുമൊക്കെ ആയിട്ട് അകൽച്ചയുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നതിനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും നല്ല ഗൃഹം വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുണ്ട്. 4ാം ഭാവത്തിലേക്ക് പൂർണ്ണ ബലവാനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ള ഒരു സമയവും കൂടിയാണ്. അതുപോലെ തന്നെ പ്രവൃത്തികാരകനായിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമികാരകനും കൂടിയൊക്കെ ആയിരിക്കുന്ന ആ ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ചൊവ്വയെ കൊണ്ട് വളരെയധികം അനുകൂലം, ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യാധിപനായിരിക്കുന്ന ബുധൻ സുഖസ്ഥാനമായ 4ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ വാഹന സംബന്ധമായിട്ട് നല്ലതാണ്, ഗൃഹസംബന്ധമായിട്ട് നല്ലതാണ്, മാതാപിതാക്കൾക്ക് വളരെ നല്ലതാണ്. മാതാപിതാക്കളോടൊക്കെ ദീർഘകാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന മക്കൾക്കൊക്കെ മാതാപിതാക്കളോടൊത്ത് ഒന്നിച്ച് കുടുംബത്തിൽ സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിന് യോഗമുണ്ട്. ഗൃഹം പുതുക്കിപ്പണിയുക, അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കത് സാധിക്കുക, ഭൂമി വാങ്ങുന്നതിനും യോഗമുണ്ട്. എല്ലാം അവരവരുടെ ശ്രമഫലം അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണോ ശ്രമിക്കുന്നത് ആ കാര്യമാണ് സാധിക്കുക. വിജയങ്ങളും വന്നു ചേരും. അതായത് മാസത്തിൻ്റെ പകുതി കഴിയുമ്പോൾ നിപുണയോഗം, അത് പ്രതിഭാസ്ഥാനത്തേക്ക് കൂടി 2 ഗ്രഹങ്ങളും മാറുന്നതും വളരെ പോസിറ്റീവായ ഒരു എനർജിയെയാണ് കാണിക്കുന്നത്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഞരമ്പ് സംബന്ധമായിട്ടോ ഉദര സംബന്ധമായിട്ടോ ചില പ്രശ്നങ്ങൾ, രോഗാവസ്ഥകൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല. പ്രത്യേകിച്ച് കെമിക്കലൊക്കെ ചേർന്ന ഭക്ഷണങ്ങൾ പുറത്തുനിന്നൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് അത്ര ഗുണനിലവാരം ഉള്ളത് അല്ലല്ലോ. അങ്ങനെയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽപരമായ വിജയങ്ങളും നേട്ടങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്ക് അത്ര നല്ല ഒരു സമയമല്ല. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പലവിധ പ്രശ്നങ്ങളൊക്കെ സൂചകമായിരിക്കുന്ന ഒരു കാലമാണ്. അനുകൂലമായ സാഹചര്യത്തിനായിട്ട് കാത്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ യുവാക്കളായിരിക്കുന്നവർക്ക്, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുണ്ട്. ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപൻ ആ ചൊവ്വ ബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്താണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ദേവി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. മുരുകന് യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെയാണ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.